അടുത്തത് മകരക്കൂറാണ്, കാപ്രിക്കോൺ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പേര് വരുന്നത്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് അഷ്ടമത്തിലാണ് സൂര്യനും ബുധനും വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില പുതിയ ഉത്തരവാദിത്വങ്ങളും ചില ആന്തരികമായിട്ടുള്ള ചില പുനഃസംഘടനകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണാവുന്നതാണ്. ഈ ആഴ്ച കുറച്ചൊരു ക്ഷമയോടുകൂടി വേണം, അതുപോലെ ആസൂത്രണത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഭാവിയിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന പല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. 7ാം ഭാവത്തിൽ ഉച്ചസ്ത്രീയുള്ള വ്യാഴമുണ്ട്. അത് നല്ല കാര്യമാണ്. അത് പങ്കാളിത്തത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, ചില ഗവേഷണങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. പൊതുവേ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ബാങ്കിങ് രംഗത്തോ നിയമം, അതുപോലെ കൺസൾട്ടൻസി മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, എഞ്ചിനീയറിംഗ്, നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ അവസരങ്ങൾ അവർക്കായി തുറന്നിട്ടിട്ടുണ്ട്. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റം ആവശ്യപ്പെടുന്നവരും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ ജോലി മാറ്റത്തിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചില രേഖാസംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. രേഖകളും ചില രഹസ്യ സാമ്പത്തിക കരാറുകളും ഒക്കെ ഇവർ മുഖാന്തരം ഉണ്ടാവും. അതിൽ ഒരു ട്രാപ്പ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് മിതമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അനാവശ്യ ചിലവുകളൊക്കെ കുറച്ച് നിയന്ത്രിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്പാദ്യം ഒക്കെ കുറച്ച് കൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. വായ്പകൾ തീർക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചിലവൊക്കെ ഉണ്ടായെന്നിരിക്കാം. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. ആരോഗ്യപരമായിട്ട് സന്ധിവേദന, ക്ഷീണം, അതുപോലെ നടുവേദന, ഉറക്കക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അത് അവർക്ക് കുറച്ച് കൂടാനും സാധ്യത കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനനുസരിച്ച് വിശ്രമവും ഒക്കെ വേണ്ടതാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലേ ആരോഗ്യനില മെച്ചപ്പെടുകയുള്ളൂ. കുടുംബപരമായിട്ട് പരസ്പര വിശ്വാസം ആർജിക്കാൻ സാധിക്കും. സമ്പത്ത് സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ കൂട്ടായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുമായിട്ടും കുടുംബത്തിലുള്ള മറ്റംഗങ്ങളുമായിട്ടും ഉള്ള ചില തെറ്റിദ്ധാരണകൾ, മുൻപുണ്ടായിരുന്നതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളും ഒക്കെ മാറാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക, അതുപോലെ ശനീശ്വര പൂജ നടത്തുക, അതുപോലെ ഹനുമാൻ ചാലീസ നിത്യേന പാരായണം ചെയ്യുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലപ്രദാനം ചെയ്യാനുള്ളതാണ്. അതുപോലെ കറുത്ത എള്ള് ദാനം നടത്തുക, അതുപോലെ തിലം കൊണ്ടുള്ള നീരാജനം അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുന്നതും ഒക്കെയും വളരെ ഗുണകരം തന്നെയാണ്.